ഉത്തമഗീതം അധ്യായം 6. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളോവേ, നിന്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു? നിന്റെ പ്രിയൻ ഏതു വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു? ഞങ്ങൾ നിന്നോടുകൂടെ അവനെ അന്വേഷിക്കാം. തോട്ടങ്ങളിൽ മേയിപ്പാനും താമരപ്പൂക്കളെ പറിപ്പാനും എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. അവൻ താമരകളുടെ ഇടയിൽ മേയ്ക്കുന്നു. എൻ്റെ പ്രിയേ, നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ, യെരൂശലേം പോലെ മനോഹര, കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കര. നിന്റെ കണ്ണ് എങ്കിൽ നിന്ന് തിരിക്ക, അത് എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. നിന്റെ പല്ല് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു. അവയിലൊന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിൻ്റെ ഉള്ളിൽ മാതളപ്പഴത്തിൻ്റെ ഖണ്ഡം പോലെ ഇരിക്കുന്നു. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരുമുണ്ടല്ലോ. എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. അവൾ തൻ്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾ കോമനയുമാകുന്നു. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും. രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആർ. ഞാൻ തോട്ടിനരികെയുള്ള സസ്യങ്ങളെ കാണേണ്ടതിനും മുന്തിരിവള്ളി തളിർക്കുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കേണ്ടതിനും അക്രോത്തോട്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. എൻ്റെ അഭിലാഷം ഹേതുവായി ഞാൻ അറിയാതെ എൻ്റെ പ്രഭുജനത്തിൻ രഥങ്ങളുടെ ഇടയിലെത്തി. അധ്യായം 7. മടങ്ങിവരിക ശൂലേംകാരത്തി, മടങ്ങിവരിക, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. മടങ്ങിവരിക, മടങ്ങിവരിക. നിങ്ങൾ മഹനീമിലെ നൃത്തത്തെ പോലെ ശൂലേംകാരത്തിയെ കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്തിന്? പ്രഭുകുമാരി, ചെരിപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം! നിന്റെ ഉരുണ്ട നിതംബം തട്ടാൻ്റെ പണിയായ ഭൂഷണം പോലെ ഇരിക്കുന്നു. നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം പോലെയാകുന്നു, അതിൽ കലക്കിയ വീഞ്ഞില്ലാതിരിക്കുന്നില്ല. നിന്റെ ഉദരം താമരപ്പൂ ചുറ്റിയിരിക്കുന്ന കോതമ്പ് കൂമ്പാരം പോലെയാകുന്നു. നിന്റെ സ്തനം രണ്ടും ഇരട്ട പിറന്ന 2 മാൻകുട്ടികൾക്ക് സമം. നിന്റെ കഴുത്ത് ദന്തഗോപുരം പോലെയും നിന്റെ കണ്ണ് ഹെശ്ബോനിൽ ബാത്രബ്ബീം വാതിൽക്കലെ കുളങ്ങളെ പോലെയും നിന്റെ മൂക്ക് ദമ്മേശേക്കിന് നേരെയുള്ള ലെബാനോൻ ഗോപുരം പോലെയും ഇരിക്കുന്നു. നിന്റെ ശിരസ് കർമ്മേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു. രാജാവ് നിന്റെ കുന്തളങ്ങളാൽ ബദ്ധനായിരിക്കുന്നു. പ്രിയേ, പ്രേമഭോഗങ്ങളിൽ നീ എത്ര സുന്ദരി, എത്ര മനോഹര! നിന്റെ ശരീരാകൃതി പനയോടും നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കൊലയോടും ഒക്കുന്നു. ഞാൻ പനമേൽ കയറും, അതിൻ്റെ മടൽ പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കൊല പോലെയും നിന്റെ മൂക്കിൻ്റെ വാസന നാരങ്ങയുടെ വാസന പോലെയും ആകട്ടെ. നിന്റെ അണ്ണാക്കോ മേത്തരമായ വീഞ്ഞ്, അത് എൻ്റെ പ്രിയന് മൃദുപാനമായി അധരത്തിലും പല്ലിലും കൂടി കടക്കുന്നതുമാകുന്നു. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. പ്രിയ, വരിക, നാം വെളിംപ്രദേശത്ത് പോകാം. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം. അതികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂ വിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. ദോദായിപ്പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഫലവുമുണ്ട്. എൻ്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. അധ്യായം 8. നീ എൻ്റെ അമ്മയുടെ മുലകുടിച്ച സഹോദരനായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കണ്ട് ചുംബിക്കുമായിരുന്നു. ആരും എന്നെ നിന്ദിക്കയില്ലായിരുന്നു. നീ എനിക്ക് ഉപദേശം തരേണ്ടതിന് ഞാൻ നിന്നെ അമ്മയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. സുഗന്ധവർഗം ചേർത്ത വീഞ്ഞും
എൻ്റെ മാതളപ്പഴത്തിൻ ചാറും ഞാൻ നിനക്ക് കുടിപ്പാൻ തരുമായിരുന്നു. അവൻ്റെ ഇടംകൈ എൻ്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, അവൻ്റെ വലംകൈ എന്നെ ആശ്ലേഷിക്കട്ടെ. യെരൂശലേം പുത്രിമാരെ, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത് എന്ന് ഞാൻ നിങ്ങളോട് ആണയിട്ടപേക്ഷിക്കുന്നു. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ? നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. എന്നെ ഒരു മുദ്രമോതിരമായി നിൻ്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിൻ്റെ ഭുജത്തിന്മേലും വെച്ചു കൊള്ളണമേ. പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നീവ്രത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു. അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനം ഒരു ദിവ്യജ്വാലയും തന്നെ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളകയില്ല. ഒരുത്തൻ തൻ്റെ ഗ്രഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. നമുക്കൊരു ചെറിയ പെങ്ങളുണ്ട്, അവൾക്ക് സ്തനങ്ങൾ വന്നിട്ടില്ല. നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്ക് വേണ്ടി എന്തു ചെയ്യും? അവൾ ഒരു മതിലെങ്കിൽ അതിന്മേൽ ഒരു വെള്ളിമകുടം പണിയാമായിരുന്നു. ഒരു വാതിലെങ്കിൽ ദേവദാരു പലക കൊണ്ട് അടയ്ക്കാമായിരുന്നു. ഞാൻ മതിലും എൻ്റെ സ്തനങ്ങൾ ഗോപുരങ്ങൾ പോലെയുമായിരുന്നു. അന്ന് ഞാൻ അവൻ്റെ ദൃഷ്ടിയിൽ സമാധാനം പ്രാപിച്ചിരുന്നു. ശലോമോന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. അതിൻ്റെ പാട്ടമായിട്ട് ഓരോരുത്തൻ 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എൻ്റെ കൈവശമിരിക്കുന്നു. ശലോമോനെ, നിനക്ക് 1000-ഉം ഫലം കാക്കുന്നവർക്ക് 200-ഉം ഇരിക്കട്ടെ. ഉദ്യാന നിവാസിനിയെ, സഖിമാർ നിൻ്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു, അതെന്നെയും കേൾപ്പിക്കണമേ. എൻ്റെ പ്രിയ, നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോക.